SKSF വികായുടെ ആക്റ്റീവ് പ്രവർത്തകനും അങ്ങാടിക്കുളം KSCBയിലെ ജീവനക്കാരനുമായ മുഹമ്മദ് റഫീഖിന്റെ ധീരമായ ഒരു ഇടപെടലിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ്. SKSF വികായ ആക്റ്റീവ് മെമ്പർ കൂടിയായിട്ടുള്ള മുഹമ്മദ് റഫീഖാണ് കുത്തിയൊഴുകുന്ന തോട് മുറിച്ച് കടന്നത് അതിസാഹസികമായി പ്രദേശത്തെ വൈദ്യുത പ്രശ്നം പരിഹരിക്കുന്നത്. റഫീഖിന് സുപ്രഭാതത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ആദ്യം മന്ത്രിയുടെ അഭിനന്ദന ഫോൺ സംഭാഷണവും തുടർന്ന് റഫീഖിന്റെ വിശദീകരണവും കേൾക്കാം. ഹലോ, റഫീഖാണോ? അങ്ങാടിപ്പുറം KSCBയിലെ. ഞാന് സണ്ണി ജോസഫാണ്. നമസ്കാരം. നിങ്ങളെ അഭിനന്ദനം, അനുമോദനം. വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. പുഴ കടന്ന് അവിടുത്തെ കണക്ഷൻ ശരിയായി കൊടുത്ത് വളരെ നന്നായി. നിങ്ങൾ KSCB ജീവനക്കാർക്ക് മാതൃകയാണ്. നാട്ടുകാർക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട് കേട്ടോ. ശരി, ഓക്കെ, നമുക്ക് കാണാം. ആയിക്കോട്ടെ, ശരി. പിന്നെ അങ്ങാടിപ്പുറം KSCBയിൽ രാവിലെ സൺറൈസ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വലമ്പൂർ ഭാഗത്തേക്ക് ജോലിക്ക് നിശ്ചയിക്കപ്പെട്ട നിജീഷ് കുമാറും ഞാനും ചാത്തോലിക്കുണ്ട് ഭാഗത്ത് സപ്ലൈ ഇല്ല എന്നുള്ളൊരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോവുകയും ഞങ്ങൾ ട്രാൻസ്ഫോമർ ചെന്ന് നോക്കുന്ന സമയത്ത് അതിൽ DO ഫ്യൂസ് പോയതായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ട്രാൻസ്ഫോമർ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തു എർത്ത് ചെയ്തതിന് ശേഷം മുകളിൽ കയറി DO ഫ്യൂസ് കെട്ടി താഴെ ഇറങ്ങി എർത്തിങ് കാര്യമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ട്രാൻസ്ഫോമർ ചാർജ് ചെയ്ത് നമ്മൾ ഒരു ഫ്യൂസ് ഇട്ട് നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അതിൽ ലൈൻ ഷോർട്ടാണ് എന്നുള്ളത്. അങ്ങനെ ആ ലൈൻ ഷോട്ട് ഉള്ളത് കാരണത്താൽ ലൈൻ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നിറയെ പാടവും അതുപോലെ തന്നെ പറമ്പും മൊത്തത്തിൽ വെള്ളം കയറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. ആദ്യം ട്രാൻസ്ഫോമറിന് ചാരിയുള്ള ഒരു ഭാഗം കൊള്ള ഞങ്ങൾ പെട്രോളിംഗ് നടത്തി, ആ ഭാഗത്തൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ റോഡ് മാർഗം പെട്രോളിംഗ് നടത്തി, അതിലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ശേഷം ഒരു കുത്തിവെക്കുന്ന ഒരു ചെറിയ തോടുണ്ട്, ആ തോടിന് ചേർന്നിട്ട് മുകളിലോട്ട് ലൈൻ പോകുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള തോടിൻ്റെ സൈഡിലുള്ള കരയിലൂടെ പെട്രോളിംഗ് നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓല മടല് വീണ് ലൈൻ ഷോർട്ടായി കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് ആ സൈറ്റിൽ എത്തിയിട്ടുള്ളത്. കയ്യിൽ കാര്യമായ ആയുധങ്ങളോ മറ്റൊന്നും ഇല്ലാത്തതിനാൽ അത് റോഡും തോടും അതുപോലെ തന്നെ പാടവും വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ജീപ്പ് വിളിച്ചു, ജീപ്പിന് വരാൻ പറഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന തോട്ടി ഉപയോഗിച്ച് തട്ടി മാറ്റാൻ ശ്രമിച്ചപ്പോൾ തോട്ടി അതിലേക്ക് എത്തുന്നില്ല. ശേഷം തൊട്ടപ്പുറത്തെ മുറ്റത്തുനിന്ന് കോണി എടുത്തിട്ട് ഒരു മതിലിൻ്റെ മുകളിൽ വെച്ച് തോട്ടിലേക്ക് കോണിയുടെ ഒരു അറ്റം നീട്ടി വെച്ച് അതിന്മേൽ കമന്ന് കിടന്നിട്ട് നീട്ടിയിട്ട് തോട്ടി കൊണ്ട് തട്ടി മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴും തോട്ടി എത്താത്തൊരു ഘട്ടം വന്നപ്പോഴാണ് ഡ്രസ്സ് മാറ്റി ശേഷം തോട് കുറുകെ നീന്തി തട്ടി മാറ്റാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഡ്യൂട്ടി എന്നുള്ള ആ ഒരു മൈൻഡ് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വൈറലാകുമെന്നോ മറ്റൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിനുശേഷം വിവിധ ചാനലുകൾ വന്നു. ശേഷം മിനിസ്റ്റർ ഇന്നലെ രാത്രി വിളിച്ചു. അതുപോലെ തന്നെ നജീബ് കാന്തപുരം MLA, റഹ്മത്തുള്ള MLA, മഞ്ഞളാംകുഴി MLA, പിന്നെ KSCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, വിവിധ AIമാർ, പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, മറ്റു സംഘടനാ നേതാക്കന്മാർ ഒക്കെ ഒരുപാട് പല ആളുകളും പേഴ്സണലി വിളിച്ച് വാട്സപ്പിലൂടെയും ഒക്കെ ആയിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്.